പ്രാഡ ഒറിജിനൽ ആണ് കേട്ടോ. ഇസാരഗഡ ലിവൈസ് 500 rupees ഓൺലി, ഒറിജിനൽ പ്രാഡ. ഈ സൈസ് വരുന്ന പാൻസ് 52. നിങ്ങൾ കളക്ഷൻ ജോലി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് തെറ്റ് റോഷൻ മറ്റേ ഇത് ശരി തെറ്റ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ആഫ്റ്റർ ട്രാവലിംഗ് 130 kilometers നമ്മൾ സ്ഥലത്തെത്തിയേക്കാണ്. ഇവിടുന്ന് വീട്ടിലേക്ക് ഉണ്ട് ഒരു 19 kilometer ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എത്തി കന്നഡ മയിലാളി വന്നത് നമുക്ക് കളക്ഷൻ കിടക്കാം. കളക്ഷൻ അവിടെ എത്തിയിട്ട് 1/2 മണിക്കൂറായി. ഇസാരഗഡ ലിവൈസിൻ്റെ എന്തോ ഒരു സാധനമാണ്, സീഡാണ് ഇതൊക്കെ. നോക്കി ഇതൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഐറ്റംസ് ആണ്. ഇനി എന്താ ചെയ്യുക വെച്ചാൽ ഞാൻ നോക്കും ബാഗ് ചെയ്താൽ ബൂട്ട് കട്ട് ചെയ്താൽ സ്ട്രൈറ്റ് ഫിറ്റ് ആട്ടോ. അതേപോലെ ഇതാ ഇപ്പോൾ നമുക്കൊരു ബൂട്ട് കട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാധനം കണ്ടില്ല, ഒരു ഫ്രീ ടൈപ്പ് ആയിട്ടുള്ള ടെക്സ്ചറായി സാധനത്തിന് വരുന്നത്. ഇത് ഇപ്പോൾ 30 സൈസിലല്ലേ, ഇതും 30 സൈസിലൊന്ന്. ഇത് നോർമൽ അങ്ങനെ കുറേ ഉണ്ടാവും. ഇത് പ്രാഡയാണോ? യെസ്, പ്രാഡ ഒറിജിനൽ ആണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ ബ്രാൻഡിങ് വരുന്നുണ്ട് ക്ലോത്തിലൊക്കെ. പക്ഷെ ഇത് സ്ട്രെയിറ്റ് ഫിറ്റ് അല്ല, ഇത് ബൂട്ട് കട്ടാണ്. വലിയ കുഴപ്പമില്ലാത്ത ബൂട്ട് കട്ടാണ്, അല്ല സ്ട്രെയിറ്റാ. ഇങ്ങനെ ഫിറ്റ് വരുന്നത് ശരിയാവില്ല. ഇപ്പോൾ ഈ സാധനം യൂസ് ചെയ്യുന്നവർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു 500 rupees ഓൺലി, ഒറിജിനൽ പ്രാഡ. ഇവിടുത്തെ ഇതായി സാധനത്തിട്ട് ഫോട്ടോ സെൻഡ് മീ ബ്രോ. ഓക്കെ, ഈ സാധനം കേട്ടാ 2 ഓൾറെഡി കസ്റ്റമർ എടുത്തു. ആ സാധനം ഓൾറെഡി മൂപ്പരെടുത്തു. നോക്കി ഒരു വിറ്റായി. ഇവിടുന്ന് എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് പാക്കിംഗ് പരിപാടി തുടങ്ങാം. കുട്ടികളെ പോയപ്പോൾ തണുപ്പുള്ള സാധനങ്ങളാണ് പറഞ്ഞത്. രാവിലെ ആയതുകൊണ്ട് എവിടെയും നല്ല തണുപ്പുള്ള സാധനമൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ വെച്ചോളൂ അത്ര. കുറച്ചുകൂടി നടക്കാം. സമയം 1 മണിയായിപ്പോൾ ഏകദേശം. ഇത്രയും ഒരു 1:15 മിററായ കാരണം നമുക്ക് തോന്നാം കേട്ടോ. അപ്പം 1:15 സംതിങ് 1:15 അമ്മേ. കുറച്ചുകൂടെ നോക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കൺഫേം ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബിഗ് സൈസ് ആണെച്ചെങ്കിൽ പോലും ഇതപ്പോൾ നോക്കട്ടോ. ബിഗ് സൈസ് വരുന്നത് 46 ബിഗ് സൈസ് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കുള്ള കളക്ഷൻസ്. അതേപോലെ ഇപ്പോൾ ഞാനൊന്ന് കാണിക്കെങ്കിൽ ഇപ്പോൾ ബിഗ് ബോൾ പാൻസ് വേണമെങ്കിൽ പറ കണ്ടോ. ഇത്രയും സൈസ് വരുന്ന പാൻസ് 52 നിങ്ങൾ ഇങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് എത്ര മണിക്കൂർ എടുത്ത് തരാൻ പറയുന്നത്? 12, 1, 2, 3 മണിക്കൂർ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഷിപ്പ് ചെയ്യണം. അഡ്രസ്സ് എത്തിയിട്ടുണ്ട് കസ്റ്റമറിൻ്റെ. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ എല്ലാ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആയിട്ട് നമ്മൾ ഈ പരിപാടി ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് ഒരു 4-5-6 പീസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യെങ്കിൽ നല്ല റേറ്റ് കുറച്ചിട്ട്, അതായത് 500 per jeans, നോർമൽ ക്വാളിറ്റി അല്ല, ഓക്കെ, நல்ல செம்ம குவாலிட்டி வந்து ஐட்டம் வந்து உங்களுக்கு நம்ம வந்து ப்ரொவைட் பண்ணோம். തമിഴ്നാണ് പോയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സെറ്റാക്കാം. ഷിപ്പിംഗ് അടക്കം നമുക്ക് ആകെ 599 വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ 1-2-4 പ്രൊഡക്ട്സും കാലൊക്കെ എടുക്കുകയും ഷിപ്പിംഗ് നമ്മൾ ഫ്രീ ആക്കി തരും. ഓക്കെ, സോ കോൺടാക്ട് നമ്പറും കാലൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടല്ലേ, കോൺടാക്ട് ചെയ്യാം, സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിൽ പോയി കേൾക്കട്ടെ. പിന്നെ അങ്ങോട്ട് എന്തുണ്ടായിരുന്നു ഒന്നും ഓർമ്മയില്ല. വണ്ടി നാശമായി, വർക്ക്ഷോപ്പിൽ കൊടുത്ത് തിരിച്ച് കോഴിക്കോട് പോയി. വണ്ടി റെഡി ചെയ്യുന്നിട്ട് വിളിച്ച് വീണ്ടും വന്നപ്പോൾ വണ്ടി വീണ്ടും നാശമായി. ലാസ്റ്റ് ഇതാ ഞാൻ വീട്ടിൽ പോകും. നല്ല അടിപൊളി ട്രിപ്പ് വരുന്നുണ്ടായിരുന്നു. വണ്ടി ശരിയായും നാശമായും കിലോമീറ്റർ തള്ളി ഞാനിത് തട്ടി കിട്ടിയിട്ടുണ്ട്. ദിവസം ജമ്മണ്ടേക്ക് മറക്കില്ല. അപ്പം അതിൽ പണിയിട്ട് ദിവസം 2 ആഴ്ചയായിട്ടേക്ക് പറ്റിയിട്ടുള്ളൂ. അത്ര അപ്പോൾ നമ്മൾ യൂഷ്വൽ ജ്യൂസ് കുടി സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ വിലപ്പെട്ട ജ്യൂസില്ല ഭാഗം ബന്ധങ്ങളൊക്കെ